Hi friends, Hafsa's Kitchen Craft ലേക്ക് സ്വാഗതം. ഞാൻ സൗജിയ. ഇന്ന് ഞാൻ ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പാൽ കേക്കാണ് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. നമുക്ക് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ പാൽ കേക്ക് ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം. സാധാരണ കേക്കുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൈദ കൊണ്ടാണ് ഉണ്ടാക്കാറ്. ഇത് ഞാൻ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഈ പാൽ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഇത് കൊടുക്കാൻ പറ്റും. അതും കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ അതിനായി 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ട മഞ്ഞ വേറെ വെള്ള വേറെ വേർതിരിക്കേണ്ട ആവശ്യമില്ല. 2 കോഴിമുട്ട എടുത്ത് അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒരു 4 to 6 ടേബിൾ സ്പൂൺ വരെ ചേർത്താം. അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്താം. പിന്നെ ഇതിൽ വന്നിട്ട് നമ്മൾ പഞ്ചസാര പാനിയിലാണ് അവസാനം ഇത് ഇട്ട് വെക്കുന്നത്. അതുകൊണ്ട് മധുരം കുറഞ്ഞാലും നമുക്ക് പാനിയുടെ മധുരം കൂടെ ചേർന്ന് വന്നോളും. അപ്പോൾ മധുരം ചേർത്തുമ്പോൾ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ചിട്ട് ചേർത്താം. ബീറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി വേണമെങ്കിൽ പൊടിച്ച് ചേർത്താം. ഞാനിവിടെ പൊടിച്ചിട്ടൊന്നുമില്ല, ഞാൻ സാധാരണ പഞ്ചസാര തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായി ബീറ്റ് ചെയ്ത് പഞ്ചസാരയും മുട്ടയും നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് അതിലോട്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണും 1 പിഞ്ച് ഉപ്പും കൂടെ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തരികളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗോതമ്പ് പൊടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്തതാണ്. ഒരു ചപ്പാത്തി മാവ് കുഴക്കുന്ന അതേ പരുവത്തിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ അതിലോട്ട് നമുക്ക് ഇനി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം പാലാണ് ഉപയോഗിക്കേണ്ടത്. പാലൊരു 2-3 ടേബിൾ സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് കൃത്യം നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. പാല് കൂടി പോകാതെ നോക്കണം. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്ത് നമുക്ക് 1/2 മണിക്കൂറോളം റെസ്റ്റിന് വെക്കാം. ഇനി നമുക്ക് അതിനു വേണ്ടിയുള്ള പഞ്ചസാര പാനി റെഡിയാക്കാം. അതിനായി ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നൂൽ പരുവമൊന്നും ആക്കണ്ട. നമ്മൾ ഗുലാബ് ജാമുന് സിറപ്പ് ഉണ്ടാക്കുന്ന അതേ അളവിൽ നമുക്ക് സിറപ്പാക്കി എടുക്കാം. ഈ മാവ് നല്ല തിന്നായിട്ട് പരത്തണ്ട, ഒരു മീഡിയം സൈസിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഈ അളവാണ് നമ്മൾ പരത്തേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഷേപ്സ് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് റെക്ടാങ്കിൾ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. സാധാരണ ഇതിൻ്റെ ഷേപ്പ് പറയുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പാണ്. ഇത് കുട്ടികൾക്ക് ഈ ഷേപ്പിൽ വേണമെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ഇതുപോലെ ഷേപ്സ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. ഇത്ര തന്നെ തിക്കായാൽ മതിയാവും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
നമുക്ക് ഈ ഷേപ്സ് ഒക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതിനായി ഒരു പാൻ വെച്ച് അതിലോട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഓയിൽ ചേർത്ത് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഓപ്ഷനാണ്, പക്ഷെ ചേർത്താൽ നമുക്ക് പാൽ കേക്കിൽ നല്ലൊരു മണം കിട്ടും. ശേഷം ഓരോന്നായിട്ട് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം നമ്മളൊന്ന് തിരിച്ചു കൊടുത്ത് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് കോരിയെടുത്ത് എണ്ണ മാറ്റി നമുക്ക് ആ പാനിയിലോട്ടാണ് ഇത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. പാനി നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിത് അതിലോട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഗുലാബ് ജാം ചെയ്യുന്നത് പോലെ തന്നെ പഞ്ചസാര പാനിയിൽ വേണം ഇത് ഡിപ്പ് ചെയ്ത് വെക്കാൻ. അപ്പോൾ ഇത് ഗുലാബ് ജാമിൽ പെട്ടെന്ന് നമുക്ക് പാനി അതിലോട്ട് അബ്സോർബ് ആവും. ഇതിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഇതൊരു 3 to 4 hours കഴിഞ്ഞിട്ട് വേണം ഇത് നമ്മൾ സെർവ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും അതുപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് ആ സിറപ്പിലോട്ട് ഡിപ്പ് ചെയ്ത് വെക്കാം. ഇത് കണ്ടില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കേക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അതിന് ശേഷം നമ്മൾ 3-4 മണിക്കൂറിന് ശേഷം മുറിച്ചതും കാണിച്ചു തരാം. ഈ പാൽ കേക്ക് നമുക്ക് പിറ്റേ ദിവസം കഴിക്കാനാണ് അത് ഒറിജിനൽ ടേസ്റ്റ് കിട്ടുക. ഇത് ഞാനിപ്പോൾ 1/2 hour കഴിഞ്ഞതൊന്ന് മുറിച്ചതാണ്. അത് ഉള്ളിൽ മാവ് പോലെ തന്നെ നമുക്കുണ്ട്. ഇത് ഞാൻ 4 മണിക്കൂറിന് ശേഷം മോനെ മുറിച്ചതാണ്. ഇത് കണ്ടില്ലേ, എത്ര ടേസ്റ്റിയുള്ള പാൽ കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.